സാർ, ഇന്നലെ ബസ് സ്റ്റോപ്പിൽ 4 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും ഒരുമിച്ചിരിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് സാർ ഇങ്ങനെ വരുന്നത്? നമ്മുടെ സമൂഹത്തിൽ ഇപ്പോ ആൺകുട്ടി പെൺകുട്ടി എന്നൊരു പരിധി പോലുമില്ല. 4 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയും ഓർക്കുമ്പോ തന്നെയാണോ? നിങ്ങൾ എന്താണ് പറഞ്ഞു വരുന്നത്? നമ്മുടെ സമൂഹത്തിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരു പരിധിയില്ലേ? പോക്സോ നിയമം പോലുള്ളത് ഇപ്പോഴും നിലവിൽ തന്നെയില്ലേ? പോക്സോ അതൊക്കെ ഉപയോഗിക്കേണ്ട കാര്യമുണ്ടോ? പോക്സോ നിയമം നിലവിലുള്ള ഒരു സംഭവമല്ലേ സാർ? അതെ സാർ, ഈ 4 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും ഒരുമിച്ചിരുന്നതിന് ന്യായീകരിക്കുകയാണ് സാർ ചെയ്യുന്നത്. നിങ്ങൾ പറഞ്ഞതിൽ കുറച്ച് കാര്യമൊക്കെ ഉണ്ട്. ഞാനൊന്ന് നോക്കട്ടെ, ഞാൻ അന്വേഷിച്ചിട്ട് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. സാറിന്റെ ഭാഗത്ത് നല്ല രീതിയിൽ അന്വേഷണം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും ഞാൻ അന്വേഷിച്ചിട്ട്. അത് മതി സാർ. പരാതി ഇവിടുത്തെ പിള്ളേരെ ഔട്ടിങ്ങിന് പോയവർക്ക് സ്കൂൾ റൂൾസിന്റെ പോട്ടെ, അവരുടെ സുരക്ഷയാണ് പ്രധാനം. സാർ, അവർ ടൂർ പോയത് ശരിയാണ്, പക്ഷെ ഈ വിവരം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അല്ല, ഇതിനിപ്പോ ഈ കംപ്ലൈന്റ് പറയാൻ പാകത്തിന് എന്താ ഉണ്ടായിട്ടെ? ഇവിടെ ഈ പെൺകുട്ടി വോയിസിലൂടെ പുറത്തിറങ്ങിയാണ് വിട്ടു നിൽക്കുന്നത്. അതുവരെ മറ്റു പല രീതിയിലേക്ക് കാണും. ഇപ്പൊ കുട്ടികളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നെങ്കിൽ ശരിയാണ്. ഇപ്പൊ അവരുടെ പ്രായത്തിന് വെച്ചിട്ട് അവർ പുറത്തേക്ക് ഒന്ന് പുറത്തിറങ്ങാൻ വേണ്ടി പോകുന്നതിൽ ഒരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ പിന്നെ നിങ്ങളത് ഞാനിത് പറഞ്ഞപ്പോ ഷോക്കായിട്ടില്ല. സർ, ഷോക്കാണ് സർ. അത് ഞങ്ങളുടെ കുട്ടികൾ കറങ്ങാൻ പോയതിന്റെ കാര്യം ഓർത്തിട്ടുള്ള ഷോക്കല്ല. പക്ഷെ അത് കണ്ടു നിന്ന അയാളുടെ ഒരു മൈൻഡിന്റെ ലെവൽ മനസ്സിലാക്കിയിട്ട് അതിനെ പറ്റി ആലോചിച്ചിട്ടുള്ള ഷോക്കായിരുന്നു. ശരിയാ, ഞാനാദ്യം എന്തൊക്കെയോ ചിന്തിച്ചു. ശരിക്കും അവരുടെ ഭാഗത്തുനിന്ന് ഞാൻ തെറ്റൊന്നും പറയാൻ പറ്റില്ല. രാഘവട്ട വരൂ. നിങ്ങൾ പറഞ്ഞ പരാതി ഞാൻ അന്വേഷിച്ചു, പക്ഷെ അതിനങ്ങനെ വലിയ കഴമ്പുണ്ടെന്ന് തോന്നുന്നില്ല. ഇന്നത്തെ പിള്ളേരല്ലേ, +2 പഠിക്കുന്ന അവർ ജസ്റ്റ് ഒരു ഔട്ടിങ്ങിന് പോയി. അത് പക്ഷെ നമ്മളതിനെ എങ്ങനെ കാണുന്നു എന്നല്ലോ കാര്യമില്ല. ഇപ്പൊ നമ്മളും ഇത്ര വലിയ പുണ്യാളന്മാരൊന്നും ആയിരുന്നില്ലല്ലോ. ഇപ്പൊ നമ്മുടെ കാലത്ത് ഇപ്പൊ എന്നെ പണ്ട് തലയിലൊരു മുണ്ടിട്ട് അജന്തയിലെ ആർഭാവം കാണാൻ വിളിച്ചതൊന്നും ഞാനങ്ങനെ വന്നിട്ടൊന്നുമില്ല. അത്രയും ഇന്നത്തെ പിള്ളേര് കാണിക്കുന്നില്ല. ജസ്റ്റ് ഒരു ഫ്രണ്ട്സിന്റെ കൂടെ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നു. അതിന് അങ്ങനെ അതിക്രമം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം രാഘവൻ അങ്ങനെ ചിന്തിച്ചതിലും രാഘവനെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല. നമ്മുടെ ഇന്നത്തെ മീഡിയയ്ക്ക് ഒരു വലിയൊരു കാര്യമുണ്ട്. ഇപ്പൊ ഒരു കടലാസ് എടുത്തിട്ട് അതില് ഒരു കറുത്ത കുത്തുണ്ടെന്ന് വിചാരിക്കുക. അവർ ആ കറുത്ത കുത്തിനെ ഫോക്കസ് ചെയ്ത് കാണിച്ച് ഈ കടലാസ് മുഴുവൻ കറുപ്പാണെന്ന് കാണിക്കും. അപ്പോ അങ്ങനെ വരുമ്പോൾ നമുക്ക് പലപ്പോഴും ഈ ലോകം മുഴുവൻ തെറ്റാണ്, പിള്ളേര് കാണിക്കുന്നത് തെറ്റാണ്, അങ്ങനെയൊക്കെ പലപ്പോഴും വരും. മനസ്സിലായോ?